വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞങ്ങൾ ലാസ്റ്റ് വീക്ക് ഒരു വയനാട് ട്രിപ്പ് പോയിരുന്നു, ഒരു ചെറിയ സ്റ്റേക്കേഷൻ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോജസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു വ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചു, ഒരു മെമ്മറി ആവുമല്ലോ. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് എടുത്തൊരു ട്രിപ്പാണ്. ആക്ച്വലി ഞങ്ങളെപ്പോഴും അങ്ങനെ തന്നെയാണ് പോവാറ്, പെട്ടെന്ന് അങ്ങനെ ക്വിക്കായിട്ടൊരു ഡിസിഷൻ എടുത്ത് പോവും, അങ്ങനെയാണ്. അപ്പോൾ കാലത്തൊരു 5 മണിക്ക് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല നേരത്തെ തന്നെ ഇറങ്ങി. അപ്പോൾ ഒരു 11 o'clock ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്താമെന്ന് വിചാരിച്ചു. ഞാൻ വയനാട് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ 10th പഠിക്കുമ്പോൾ ട്രിപ്പ് വയനാടിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മെമ്മറീസൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയ ദിവസം മുടക്കമുള്ള ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് ട്രാഫിക്കൊക്കെ കിട്ടി, എന്നാലും കുഴപ്പമില്ല, അത്രയ്ക്ക് പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ വയനാട് റൂമിലെത്തി. അപ്പോൾ സ്റ്റേക്കേഷനാണല്ലോ, അപ്പോൾ കുറേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വെച്ചില്ല. 2 days ട്രിപ്പാണ്. അങ്ങനെ നല്ല ഒരു ബെഡ്റൂമൊക്കെ ആയിരുന്നു. റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയാണ് വയനാട് തന്നെയുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനൊക്കെ ആയിട്ട്. നേച്ചർ ഫ്രണ്ട്ലി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടുത്തെ പ്രത്യേക നിറയെ പച്ചപ്പാണ്, നല്ല കുറേ മരങ്ങളും ഇതൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് പണിയാൻ മരങ്ങളൊന്നും കട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. വയനാട് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ മൂന്നാറൊക്കെ പോലെ അത്രയ്ക്കും വൈബില്ല എന്ന് എനിക്ക് തോന്നി. എന്നാലും എനിക്കിഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമൊക്കെ ചുറ്റിക്കറങ്ങി റൂം ടൂർ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിററൊക്കെ ഉണ്ട്, നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് അവിടെ, എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി കുറച്ച് മിറർ സെൽഫിയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ അടുത്തൊരു പാടം, ഈ റിസോർട്ടിൽ കയറുന്ന അടുത്ത് തന്നെ ഒരു പാടമുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അടുത്ത് തന്നെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി വീഡിയോ ഫോട്ടോ എടുക്കലൊക്കെ തന്നെയായിരുന്നു മെയിൻ പരിപാടി. അങ്ങനെ ഈവനിങ് ഫുള്ള് ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ പാടം ഉള്ളത്. ഐ തിങ്ക് ഇത് സുൽത്താൻ ബത്തേരിയിൽ തന്നെയാണ് ഈ റിസോർട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നീട് ഞങ്ങൾ അവിടെ പാടത്തിൻ്റെ നടുക്കേക്ക് തന്നെ പോയി കുറേ നേരം നടന്നു. സ്കൈ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനും ചേട്ടനും കൂടെ കുറേ വീഡിയോസൊക്കെ എടുത്തു. അവിടെ കുറച്ച് പേർക്ക് ഇനി ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടേ പാടത്തിൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ആരും ഉണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ കുറേ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല രസമായിരുന്നു. ഞാൻ വയനാട് വന്നപ്പോൾ കുറേ ഹിൽ ഏരിയ, അങ്ങനത്തെ ഏരിയ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇങ്ങനത്തെ പാടമൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു കാര്യമായി.
ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡോടുകൂടി അന്നത്തെ ഡേ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എണീറ്റപ്പം ഞങ്ങൾ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. കോഫിയൊക്കെ എൻജോയ് ചെയ്ത് ഇരുന്നു കുറച്ച് നേരം. അപ്പോൾ അത്ര തന്നെയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കോയമ്പത്തൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് വഴി നേരെ കോയമ്പത്തൂർ തമിഴ്നാട് പോവാണ്. അത് നല്ലൊരു ഡ്രൈവായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കാടിൻ്റെ ഉള്ളിക്കൂടെയുള്ള അടിപൊളി റോട്ടിൽ കൂടെ പോകാനായിട്ട്. പോണ വഴിക്ക് കുറച്ച് മങ്കീസിനെ കണ്ടു, പിന്നെ കാട്ടുപന്നീനെ കണ്ടു. അങ്ങനെ നല്ല എൻജോയബിൾ ഒരു ഡ്രൈവായിരുന്നു. നല്ല ലോങ് ഡ്രൈവായിരുന്നു. ആക്ച്വലി ഒരു 5.5 hours ഉണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് എത്തിയിട്ടോ. നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തമിഴ്നാട് പോണ വഴിക്ക് സൺഫ്ലവർ കുറേ ഉണ്ടായി നിൽക്കണ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. ആക്ച്വലി എനിക്ക് സൺഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തമിഴ്നാട്ടിൽ പിന്നെ സത്യമംഗലം ടൈഗർ റിസർവ് അതിലേക്കൂടെയൊക്കെ പോകാൻ സാധിച്ചു. അപ്പോൾ എന്താ ചെറിയൊരു വയനാട് ട്രിപ്പ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്തു വയ്ക്കുന്ന വീഡിയോസാണ്. ജസ്റ്റ് ഞാൻ വ്ളോഗാക്കുകയാണ്, കാരണം എനിക്ക് എഡിറ്റിങ്ങും ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ വിത്ത് എ ന്യൂ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.